ജയപ്രകാശ് ഇപ്പോൾ എവിടെയാണുള്ളത്? ഞാൻ സിപിഎമ്മിന്റെ ഏരിയ സെക്രട്ടറിയാണ് സുൽത്താൻ ബത്തേരി. ഞങ്ങൾ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി ഹെലിപ്പാഡിലാണുള്ളത്. അപ്പം ഉരുൾപൊട്ടിയ മുണ്ടക്കയിൽ നിന്ന് ആളുകൾ എയർലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട്. ഒരു 10-200 ആളുകളുണ്ട്, ആംബുലൻസ് ഉണ്ട്, ഡോക്ടർ സന്നാഹങ്ങളുണ്ട്, പോലീസ് ഉണ്ട്. എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഏതാണ്ട് 2-3 മണിക്കൂറായി. പക്ഷേ ഇവരെ എത്തിച്ചാൽ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ സജ്ജമായി നിൽക്കുകയാണ് സുൽത്താൻ ബത്തേരിയിൽ നിങ്ങൾ, അല്ലേ? ആശുപത്രി മാത്രമല്ല, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റണമെങ്കിൽ അതിനും തയ്യാറാക്കി എല്ലാം സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഹെലികോപ്റ്റർ ഇങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റുന്നില്ല. സിഗ്നൽ ലഭിക്കുന്നില്ല. ഇവിടെ നല്ല കാലാവസ്ഥയാണ്. നല്ല മഴയുണ്ടല്ലേ? അവിടെ നല്ല മഴയാണ്. മുണ്ടക്കൈ പ്രദേശത്തൊക്കെ നല്ല മഴയാണെന്ന് കേൾക്കുന്നത്. ഇവിടെ സുൽത്താൻ ബത്തേരി ഞങ്ങളെല്ലാവരും നിൽക്കുന്ന പ്രദേശം നല്ല കാലാവസ്ഥയാണ്, വെയിലുണ്ട്, എല്ലാ സന്നാഹവും ഒരുക്കി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഇതുവരെ ആരെങ്കിലും എത്തിച്ചോ അവിടെ? ഇല്ല, ബത്തേരി ഇതുവരെ വന്നിട്ട് എയർലിഫ്റ്റിംഗ് ആണ് പറഞ്ഞത്. പക്ഷേ എയർലിഫ്റ്റിന് വേണ്ടിയുള്ള കാലാവസ്ഥ അനുകൂലമല്ല, അതുകൊണ്ട് സിഗ്നൽ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഹെലികോപ്റ്റർ വന്നിട്ട് തിരിച്ച് കോഴിക്കോട്ടേക്ക് പോയി എന്നാണ് പറയുന്നത്. അല്ല, ഹെലികോപ്റ്റർ കോഴിക്കോട്ടേക്ക് പോയി എന്നുള്ള വിവരം ആധികാരികമല്ല. പക്ഷേ ഹെലികോപ്റ്റർ അവിടെ എത്തി ശ്രമിച്ചിരുന്നു. കാരണം നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് സഹായമായി കൈരളി ന്യൂസും ചില ഇടപെടൽ നടത്തുന്ന ഘട്ടത്തിൽ ഹെലികോപ്റ്റർ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഷഫീഖ് എന്ന രക്ഷാപ്രവർത്തകൻ നമ്മളോട് അറിയിച്ചതാണ്. പക്ഷേ എയർലിഫ്റ്റിംഗ് സാധ്യമാകുന്നില്ല, കാരണം മഴയുണ്ട്, ചില പ്രശ്നങ്ങൾ, കാലാവസ്ഥയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഹെലികോപ്റ്റർ പോയി എന്ന് പറയാനാകില്ല. അതെ, ബത്തേരിയിലേക്ക് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ എല്ലാം സജ്ജമായിരിക്കുകയാണ് അവിടെ? സജ്ജമാണ്. ഹെലിപ്പാഡിൽ എല്ലാവരും ഉണ്ട്. ഇന്ന് വയനാട് ജില്ലയിൽ സ്കൂളുകൾക്ക് അവധിയായിരുന്നു. അതൊരു പക്ഷേ ഈ വലിയ സഹായകമായി, അല്ലേ? സെന്റ് മേരീസ് കോളേജ് അതിനുവേണ്ടിയിട്ടുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ക്യാമ്പായിട്ട് എല്ലാ സജ്ജീകരണം ഒരുക്കി കാത്തിരിക്കുകയാണ്. സെന്റ് മേരീസ് കോളേജ് ഓക്കെ. ക്യാമ്പാക്കുന്നതിന് ആവശ്യം വന്നാൽ. താങ്ക് യു ജയപ്രകാശ്.